പ്രൈസ് ദ ലോർഡ്. ഈശോയെ, എൻ്റെ കർത്താവേ, ഇതൊരു ഭയങ്കര എൻ ഹൃദയത്തിൽ വാഴും പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, ഈ വൈകിട്ട് ക്ഷമിക്കണം. ഞാനിവിടെ ഒരുപാട് ടെക്നോളജികളെ തിരിച്ചും മറിച്ചും ശരിയാക്കിയിട്ടാണ് ഇത് ചെയ്യണത്. ഇപ്പോഴും ഇവിടുത്തെ ഇൻ്റർനെറ്റ് സ്റ്റേബിൾ അല്ലാത്തത് കൊണ്ട് മെയിൻ റെക്കോർഡിംഗ് ആണ്. അത് പിന്നീട് അപ്ലോഡ് ചെയ്യും. മറ്റത് ഫോണിലൂടെയാണ്. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പ്രത്യേകിച്ച് ജിന്നി തോമസിനെ പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. എല്ലാ പുതിയതായിട്ട് ഇത് കയറിയിട്ടുള്ളവർക്ക് പ്രത്യേകം സ്വാഗതം. നമ്മളിതിനകത്ത് ഒരുപാട് പേരൊന്നും കാണുന്നില്ല എന്ന് ഓർത്ത് വിഷമിക്കണ്ട. എന്നോട് കൂടെ പുത്രനോട് കൂടെ സ്വർഗരാജ്യം എല്ലാവരും ദാഹത്തോടെ പ്രാർത്ഥിക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രബോധന പരമ്പരയാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിനെ കുറിച്ചുള്ള വ്യാഖ്യാനമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വ്യാഖ്യാനം തന്നെ മനസ്സിലാക്കാൻ നമുക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് ദാഹിച്ച് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുമ്പോഴാണ് നമുക്കിത് സാധിക്കുകയുള്ളൂ. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണ. എല്ലാവരും പ്രാർത്ഥിക്കണം. ആത്മാവിൻ്റെ ലയിച്ചു ആപിതാവെന്ന് ഞാൻ വിളിച്ചു. ഹലോ ടോം സെബാസ്റ്റ്യൻ മോനെ, നീ തന്ന ആ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ വ്യാഖ്യാനം, സെൻ്റ് അഗസ്റ്റിൻ്റെ വ്യാഖ്യാനത്തിൻ്റെ പുസ്തകം എനിക്ക് തന്നില്ലേ? അത് നാട്ടിലാണ്. അതിൻ്റെ ആദ്യത്തെ കുറച്ച് പേജുകൾ എനിക്കൊന്ന് ഫോട്ടോ എടുത്ത് അല്ലെങ്കിൽ ഒരു സ്കാൻ ചെയ്ത് നീ ഒന്ന് അയക്കാമോ? ആ വ്യാഖ്യാനത്തിൻ്റെ ആദ്യത്തെ കുറച്ച് പേജുകൾ. ടോം സെബാസ്റ്റ്യൻ അരിയായി കവിഞ്ഞൊഴുകണമേ.
ഓ, താങ്ക് യു ടോം, താങ്ക് യു. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണേ, ജ്ഞാനം നൽകണേ. എല്ലാവരും പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവേ ജ്ഞാനം നൽകണേ, പരിശുദ്ധാത്മാവേ ജ്ഞാനം നൽകണേ, പരിശുദ്ധാത്മാവേ ജ്ഞാനം നൽകണേ, പരിശുദ്ധാത്മാവേ ജ്ഞാനം നൽകണേ. ജ്ഞാനം നൽകണേ. Come, Holy Spirit. Come, Holy Spirit. Come, Holy Spirit. ദൈവം എന്തിനേക്കാൾ ഉപരി ജ്ഞാനികളെ സ്നേഹിക്കുന്നു. ജ്ഞാനം 7:28. എൻ്റെ വചനങ്ങളിൽ അഭിലാഷമർപ്പിക്കും, അവയോട് തീവ്ര അഭിനിവേശം കാണിക്കും, നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കും. പക്ഷേ നേരെ മറിച്ചാണ്. ഇപ്പം ജ്ഞാനമുണ്ടെങ്കിലേ വചനത്തിനോട് അഭിലാഷം കാണിക്കാനും വചനത്തെ പഠിക്കാനും പറ്റുള്ളൂ. കഴിവിൽ നമുക്ക് പരിശുദ്ധാത്മാവിനെ ആരാധിക്കാം. Praise the Lord. Praise the Lord. കറ്റേന ആവറയായുടെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് 873 എപ്പിസോഡാണ്. കറ്റേന ആവറയ എന്നത്
സഭയുടെ കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക സുവിശേഷ വ്യാഖ്യാനമാണ്. ഞാനിത് വീണ്ടും വീണ്ടും ഔദ്യോഗികം എന്ന് പറയണതിന് ഒരുപാട് അർത്ഥമുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. 1264 അർബൻ നാലാമൻ മാർപ്പാപ്പയ്ക്ക് പരിശുദ്ധാത്മാവ് നൽകിയ വലിയ ഒരു പ്രചോദനമായിരുന്നു കത്തോലിക്ക സഭയ്ക്ക് ഒരു ഔദ്യോഗിക സുവിശേഷ വ്യാഖ്യാനം വേണമെന്നും അത് സഭയുടെ പാട്രിസ്റ്റിക് ടീച്ചിങ്, സഭാപിതാക്കന്മാർക്ക് പരിശുദ്ധാത്മാവ് നൽകിയിട്ടുള്ള വ്യാഖ്യാനത്തിൽ നിന്നും അടർത്തിയെടുത്തതായിരിക്കണമെന്നും. ഇതെന്തോ ഒരു വലിയ സന്നാഹമാണെന്ന് ആലോചിച്ച് നോക്കിയേ. പരിശുദ്ധാത്മാവ് ആദ്യത്തെ 8 നൂറ്റാണ്ട് കാലഘട്ടത്തിൽ ഈ ഭയാനകമായ സഭാപീഡനങ്ങളൊക്കെ നടക്കുന്ന 3 നൂറ്റാണ്ടിലെല്ലാം അവിടെ അകത്ത് ഭയങ്കര പണിയായിരുന്നു. ഈ പിതാക്കന്മാർക്കെല്ലാം, പിതാക്കന്മാർ എന്ന് പറയുന്നത് ആദ്യത്തെ 7 നൂറ്റാണ്ട്, പിന്നെ 8-ാം നൂറ്റാണ്ടിലും ചിലവരുണ്ട്. പ്രധാനമായിട്ടും ആദ്യത്തെ 7 നൂറ്റാണ്ട് കാലത്തുള്ള ദൈവ ശാസ്ത്ര പണ്ഡിതന്മാരും സുവിശേഷത്തിന് വേണ്ടി ജീവിതം മുഴുവനും മാറ്റിവെച്ച് സുവിശേഷം അരച്ച് കലക്കി കുടിച്ച് പരിശുദ്ധാത്മാവിനാൽ അതിൻ്റെ രഹസ്യങ്ങളെ കണ്ടെത്തിയവരാണ് പിതാക്കന്മാർ, സഭാപിതാക്കന്മാരെന്ന് പറയുന്നത്. അതിൽ അപ്പോൾ പരിശുദ്ധാത്മാവ് പിതാവിന് മാർപ്പാപ്പയ്ക്ക് നൽകിയത് ആ പ്രബോധനം ഓൾറെഡി അവിടെ ഉണ്ട്. എന്നാൽ അതിനെ ക്രോഡീകരിച്ച് അതിൽ നിന്നും ഓരോ വചനത്തിനും വ്യത്യസ്ത പിതാക്കന്മാർ എഴുതിയിരിക്കുന്നതിനെ ചേർത്ത് ഒരു ഔദ്യോഗിക പഠനം ഉണ്ടാക്കണം, വ്യാഖ്യാനം ഉണ്ടാക്കണം. നിങ്ങൾക്കറിയോ, ഇത്രയും വലിയ ഒരു നിധി സഭയ്ക്കുണ്ടെന്ന് പല വൈദികർക്കും അറിയില്ല. അതാണ് ഇന്നത്തെ സഭയുടെ അവസ്ഥ. അപ്പോൾ പിന്നെ അൽമായരുടെ കാര്യം വല്ലതും പറയാനുണ്ടോ? ദൈവത്തെ അതുകൊണ്ട് നമ്മൾ ഒരു അൽമായനായ എനിക്കിതെല്ലാം എങ്ങനെ പഠിക്കാൻ സാധിച്ചു എന്ന് ചോദിച്ചാൽ പരിശുദ്ധാത്മാവ് ഒളിഞ്ഞു കിടക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മളെ കാണിച്ചു തരുന്നു അതുകൊണ്ട് മാത്രമാണ്. ആരും പറഞ്ഞിട്ടല്ല, ആരുടെയും ഉപദേശം കൊണ്ടല്ല. സ്നേഹമുള്ളവർ, ഇത് ഞാൻ പറയുന്നത് നിങ്ങളെല്ലാവരെയും പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ്. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടണം നമ്മൾ. അങ്ങനെ പരിശുദ്ധാത്മാവ് തന്നെ നേരിട്ട് നൽകിയ വലിയ ഒരു സമ്മാനമാണ് ഈ നൂറ്റാണ്ടുകളായിട്ട് പരിശുദ്ധാത്മാവ് നൽകിയ ആ വ്യാഖ്യാനത്തെ തോമസ് അക്വീനാസിൻ്റെ വളരെ കഠിനാധ്വാനത്തിലൂടെ കറ്റേന ഔറയ, സുവർണ കണ്ണികൾ എന്ന പ്രബോധന പരമ്പര ഉണ്ടാക്കുകയും വ്യാഖ്യാനം ഉണ്ടാക്കുകയും അത് വേറൊരു തോമസ് അക്വീനാസ് അല്ലെങ്കിൽ ഒരു തോമസ് പോളിലൂടെ അത് മലയാളത്തിൽ തർജ്ജമ ചെയ്തിരിക്കുന്നു. ആ മലയാള തർജ്ജമ ഇപ്പോൾ എന്നോട് ഉടനെ ചോദിച്ചാൽ അത് തരാൻ പറ്റില്ല. പക്ഷെ അതിൽ നിന്നുമാണ് നമ്മളിത് പഠിക്കുന്നത്. എന്നാൽ ഇത് പഠിച്ചു വരുമ്പോൾ മനസ്സിലാക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷത്തിലെ വചനം വായിക്കുന്നതിനേക്കാൾ കഠിനമാണ് ആ വ്യാഖ്യാനം വായിക്കുന്നത്. അപ്പോൾ ഈ പിതാക്കന്മാരുടെ തന്നെ പ്രാർത്ഥനയിലൂടെ അല്ലാതെ നമുക്കിതൊന്നും മനസ്സിലാവില്ല എന്നും, അതുകൂടാതെ പ്രവചനത്തിലൂടെയുമാണ്. ഇപ്പം ഇന്നലെയാണ് ഈ പ്രബോധന പരമ്പരയിൽ നമുക്ക് വലിയ ഒരു വെളിവ് കിട്ടിയിരിക്കുന്നത്, ഇന്നലത്തെ പ്രവചനത്തിലൂടെ. ഇന്നത്തെ പ്രവചനം എന്താണ് ഉണ്ടാകാൻ പോണെന്ന് നമുക്കറിയില്ല. തീർച്ചയായിട്ടും നമ്മളെ സഹായിക്കും. അപ്പോൾ നമുക്ക്
ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. ദൈവമേ, ഈ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ രഹസ്യം സഭാപിതാക്കന്മാരുടെ പ്രബോധനത്തിൽ അടങ്ങിയിരിക്കുന്ന ഉൾക്കാഴ്ചകൾ മനസ്സിലാക്കാനുള്ള വെളിവ് ഞങ്ങൾക്ക് തരണേ. വെളിവു നിറഞ്ഞോരീശോ നിൻ വെളിവാൽ കാണുന്നു, വെളിവിനടിയാരഖില താരമതാം വെളിവും നീ. താവേ, വെളിവ് നൽകണമേ. നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശുദ്ധാത്മാവിനെ ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, വെളിവ് നൽകണേ. ഞങ്ങളുടെ അറിവ് ഒന്നുമല്ല, ഞങ്ങളുടെ അറിവ് ഒരെള്ളോളമേ ഉള്ളൂ. എന്നാൽ ഞങ്ങൾക്കറിയാനുള്ളതൊരു കടലോളമുണ്ട്. ഇത് 26 27 എപ്പിസോഡായിട്ടും നമ്മൾക്ക് ഇപ്പോഴും യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ ഒന്നും മനസ്സിലായിട്ടില്ല. ഞങ്ങളോട് കരുണയായിരിക്കണേ, ജ്ഞാനം നൽകണേ. നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാവുന്നകൂടി ജ്ഞാനം നൽകണേ. അവൾ ഏകയെങ്കിലും സകലതും അവൾക്ക് സാധ്യമാണ്. അവൾ ഓരോ തലമുറയിലുമുള്ള വിശുദ്ധ ചേതനകളിൽ പ്രവേശിച്ച് അവരെ ദൈവമിത്രങ്ങളും പ്രവാചകരുമാക്കുന്നു. ഓ ജ്ഞാനമേ, ഞങ്ങളിൽ നിറയണമേ. പ്രകടമായതും നിഗൂഢമായതും അവൾ വെളിപ്പെടുത്തുന്നു. ജ്ഞാനം 7:22. പ്രകടമായതും നിഗൂഢമായതും അവൾ വെളിപ്പെടുത്തുന്നു. ഓ ജ്ഞാനമേ, ഞങ്ങളിൽ നിറയണമേ. ശലഹലബല ഹലബല 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 ഹലബല. നമുക്ക് പിതാക്കന്മാരുടെ മാധ്യസ്ഥമെടുത്ത് പ്രാർത്ഥിക്കാം. സഭാപിതാക്കന്മാരെ, വിശുദ്ധ അഗസ്തീനോസേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വിശുദ്ധ അംബ്രോസ്, വിശുദ്ധ റാബാനോസ്, വിശുദ്ധ റബേജിയോസ്, വിശുദ്ധ ജോൺ ക്രിസോസ്റ്റോമോസ്, വിശുദ്ധ ജെറോം പിതാക്കന്മാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ ആൻസലേം, വിശുദ്ധ ഹിലാരി, വിശുദ്ധ സിപ്രിയാൻ, വിശുദ്ധ കാസിയാൻ, വിശുദ്ധ തെർട്ടുല്യൻ, യോർഗൻ, ബീഡ്, ഓറിജിൻ പിതാക്കന്മാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ ജോൺ ഡമാസീൻ, വിശുദ്ധ ഗ്രിഗറി ഓഫ് നൈസ, ഗ്രിഗറി ഓഫ് നസ്യാൻസൻ, വിശുദ്ധ പീറ്റർ ക്രിസോലോഗോസ്, വിശുദ്ധ പോളികാർപ്പ്, വിശുദ്ധ ഹിപ്പോലിറ്റസ്, വിശുദ്ധ അത്തനാസിയോസ്, വിശുദ്ധ ഇറേനിയോസ്, വിശുദ്ധ ജസ്റ്റിൻ മാർട്ടേറർ, വിശുദ്ധ അപ്രേം, വിശുദ്ധ ഇഗ്നേഷ്യസ്, വിശുദ്ധ സിറിൽ ഓഫ് അലക്സാൻഡ്രിയ, സിറിൽ ഓഫ് ജെറുസലേം, ക്ലെമന്റ് ഓഫ് അലക്സാൻഡ്രിയ, ക്ലെമന്റ് ഓഫ് റോം, വിശുദ്ധ ലിയോ ദ ഗ്രേറ്റ്, ഗ്രിഗറി ദ ഗ്രേറ്റ്, ബേസിൽ ദ ഗ്രേറ്റ്, മക്കാരിയോസ് ദ ഗ്രേറ്റ്, പെക്കോമിയോസ് ദ ഗ്രേറ്റ്, വിശുദ്ധ അന്തോണിയോസ് ദ ഗ്രേറ്റ് പിതാക്കന്മാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സർവോപരി ഈ കാലഘട്ടത്തിലെ പിതാക്കന്മാരെ വിശുദ്ധ ജോൺ 23 മാർപ്പാപ്പ, വിശുദ്ധ പോൾ 6 മാർപ്പാപ്പ,
വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ, വിശുദ്ധ ഫ്രാൻസിസ്, പോപ്പ് ഫ്രാൻസിസ്, വിശുദ്ധമായിട്ടില്ല, പോപ്പ് ഫ്രാൻസിസ്, പോപ്പ് ബെനഡിക്റ്റ് പിതാക്കന്മാരെ, അതോടൊപ്പം എല്ലാ വേദപാരംഗതന്മാരെ, ജോൺ ഓഫ് ദ ക്രോസ്, തെരേസ ഓഫ് ആവില, തെരേസ ഓഫ് ലിസിയോ, കാതറിൻ ഓഫ് സിയന്ന, വിശുദ്ധ ഫ്രാൻസിസ് ഡി സെയിൽസ്, വിശുദ്ധ ബൊണവെൻച്ചർ, അതുപോലെയുള്ള അനേകം വേദപാരംഗതന്മാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമ്മൾക്കിനി പ്രവചനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രവചനം വേണമോ? എത്ര പേർ ആഗ്രഹിക്കുന്നു? പ്രവചനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ ഒന്ന് കരമുയർത്തിയേ. പ്രവചനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ. സ്നേഹമുള്ളവരെയും, നാളെ ഈ ശുശ്രൂഷ ഉണ്ടാകുമോ എന്ന് ഇപ്പോഴറിയില്ല. ഇന്ന് വൈകുന്നേരത്ത് ഇപ്പോൾ നമ്മൾ ഡബ്ലിങ്ങിലെ ആവില സെൻട്രലിൽ ആണ് ഇപ്പോൾ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് ഇന്ന് രാത്രി നമ്മൾ പോകും. നാളെ ചെല്ലുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ ഇന്ന് രാത്രി ചെല്ലുന്നത് വേറൊരു വലിയ കൊവന്തയിലേക്കാണ്. അവിടെ നിന്ന് ഇത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ ചെയ്യണം, പോണോടത്തെല്ലാം കൂടാരം അടിച്ചത് ചെയ്യണം. നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കണം. ഇറ്റ് ഈസ് നോട്ട് ഈസി. ഇതൊരു വലിയ വെല്ലുവിളിയാണ്. മൂവിങ് സ്റ്റുഡിയോ. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രവചനത്തിനായിട്ട് കാതോർക്കാം. താങ്ക് യു മിനി, പ്രിൻസി, ജെയിംസ്, ജീന ജോസ്, ഹലോ ബിനോയ്, നീന കോസ്മോസ്, ഷേർലി, ഷെഗിൽ, ഹലോ ജിന്നി തോമസ്. ഈ ശുശ്രൂഷ കഴിഞ്ഞിട്ട് ഞാൻ ജിനിയെ വിളിക്കാം കേട്ടോ. അപ്പോൾ ഭർത്താവിനെ എല്ലാം ഒരുക്കി നിർത്തിക്കോളി, നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. റെഗുലർ, രാജു ലാസർ, അനീഷ്, ടോം സെബാസ്റ്റ്യൻ, ടോം സെബാസ്റ്റ്യൻ്റെ സൈൻ നന്നായി, ലാലി സേവിയർ. നമുക്ക് നിങ്ങളുടെ ആഗ്രഹം കർത്താവ് അറിയുന്നു. ഞാൻ നിങ്ങളുടെ ആഗ്രഹം പോലെ നിങ്ങൾക്ക് സംഭവിക്കട്ടെ എന്നാണ് ഈശോ പറയണത്. നമ്മൾ ജോഷുവയോട് മോശ പറഞ്ഞത് ഓർക്കുക. സംഖ്യയുടെ പുസ്തകം 11:29 പറയുകയാണ് മോശ ജോഷുവയോട് പറഞ്ഞു, എന്നെ പ്രതി നീ അസൂയപ്പെടുത്തുവോ? എല്ലാവരും നേറ്റു പറഞ്ഞേ, കർത്താവിൻ്റെ ജനം മുഴുവൻ പ്രവാചകന്മാരാകുകയും അവിടുന്ന് തൻ്റെ ആത്മാവിനെ അവർക്ക് നൽകുകയും ചെയ്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, അങ്ങനെ മോശയുടെ ആശ, മോശ ആശിക്കുന്നു എന്ന് പറഞ്ഞാൽ മോശയുടെ വല്ല പ്രൈവറ്റ് കാര്യമാണോ? ദൈവാത്മാവാണ് അവിടെ പ്രവർത്തിക്കുന്നത്. ദൈവം തന്നെയാണ് അവിടെ പ്രവർത്തിക്കുന്നത്. ദൈവം തന്നെയാണ് അവിടെ ആശിക്കുന്നത്. എന്താ ആശിക്കുന്നത്? വിശ്വസിക്കാൻ പറ്റണില്ല. എല്ലാവരും പ്രവാചകന്മാരാകുകയും കർത്താവിൻ്റെ ജനം മുഴുവൻ പ്രവാചകന്മാരാകുകയും അവർക്ക് അവിടുന്ന് തൻ്റെ ആത്മാവിനെ അവർക്ക് നൽകുകയും ചെയ്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു. ഇനി 1 സാമുവൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 1 സാമുവൽ 10:6 പറയുന്നത് ഇതാണ്.
അപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ശക്തമായി നിന്നിൽ ആവസിക്കും. നീയും അവരോടൊത്ത് പ്രവചിക്കാൻ തുടങ്ങും. മറ്റൊരു മനുഷ്യനായി നീ മാറും. ഹലബല 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 ഹലബല. പിന്നെ 1 സാമുവേൽ 10:10 പറയുകയാണ്, ശൗലും ഭൃത്യനും ഗിബെയയിലെത്തിയപ്പോൾ പ്രവാചക ഗണത്തെ കണ്ടു. ഉടൻ ദൈവത്തിൻ്റെ ആത്മാവ് അവനിൽ ശക്തമായി പ്രവർത്തിച്ചു. അവനും അവരോടൊത്ത് പ്രവചിച്ചു. 1 സാമുവേൽ 10:10. ശലഹലബല. വരുവിൻ, നമുക്ക് പ്രവചനത്തിലേക്ക് പ്രവേശിക്കാം. ആകയാൽ എൻ്റെ സഹോദരരെ, പ്രവചനവരത്തിനായി തീവ്രമായി അഭിലഷിക്കുവിൻ. ആനീസ് എൻ്റെ വാട്സപ്പിൽ എന്നെ പേഴ്സണലായിട്ട് കോണ്ടാക്റ്റ് ചെയ്യും. ഞാനപ്പോൾ പൂജയ്ക്ക് വേണ്ടി നമുക്ക് നേരിട്ട് ഫോണിലൂടെ പ്രാർത്ഥിക്കാം കേട്ടോ. എൻ്റെ വാട്സപ്പ് നമ്പർ 00919447196033. ഓക്കെ. നമുക്ക് എന്തുകൊണ്ടെന്നാൽ പ്രവചനങ്ങൾ ഒരിക്കലും മാനുഷിക പ്രചോദനത്താൽ രൂപപ്പെട്ടതല്ല, പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരായി ദൈവത്തിൻ്റെ മനുഷ്യർ സംസാരിച്ചവയാണ്. പത്രോസ് 1:21, 2 പത്രോസ് 1:21. അതാണ് പ്രവചനം. 2 പത്രോസ് 1:21. 2 പത്രോസ് 1:21. ഇപ്പോൾ പ്രവചനത്തിനായി നമ്മൾ ഒരുങ്ങുകയാണ്. ഇപ്പോൾ പ്രവചനം വരും. എല്ലാവരും ഭക്തിയോടെ അത് സ്വീകരിക്കുക. എനിക്ക് യാതൊരു ഐഡിയയുമില്ല എന്താണ് വരാൻ പോകുന്നതെന്ന്. എൻ്റെ ബുദ്ധിയിൽ നിന്നല്ല അത് വരുന്നത്. അതെൻ്റെ ബുദ്ധിയിലേക്കേ വരില്ല. അതെൻ്റെ അധരത്തിൽ നിന്നാണ് വരുന്നത്. അതാണത്. പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ ദാനമാണത്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. പ്രവചനം വരാൻ പോകുന്നുണ്ട്. പ്രവചനം വരാൻ പോകുന്നതിൻ്റെ സൂചനയുണ്ട്. ശരഹലം. എല്ലാവരും കാതോർക്കണം. ഭയഭക്തിയോടെ ഈശോയെ ആരാധിക്കണം. പ്രവചനത്തെ സ്വീകരിക്കണം. ഒരിക്കൽ കൂടി ഒന്ന് പ്രാർത്ഥിക്കാം. Let the anointing of the Lord come down. Let the anointing of the Lord come down. Waymaker, miracle worker, waymaker, miracle worker, promise keeper, light in the darkness. My Lord, that is who you are. Waymaker, miracle worker, promise keeper, light in the darkness. That is who you are. Shalabala, halabala, 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 halabala. Karakira, karakira, labura bakara, labiya, lamba, lamba, lamba. ആദ്യം പ്രവചനം വരുന്നത് ഭാഷാവരത്തിലാണ്. അതിൻ്റെ വ്യാഖ്യാനമാണ് പിന്നീട് വരുന്നത്. ശറബൂലമക്കാറ, കിരമക്കാറ. എൻ്റെ വാത്സല്യഭാചനങ്ങളെ, ഈ പ്രപഞ്ചം മുഴുവനെയും സൃഷ്ടിച്ചത് എൻ്റെ വചനമാണ്. ആ വചനം ഞാൻ തന്നെയാണ്. എൻ്റെ വചനത്തിൽ ഞാൻ
ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിക്കുന്നതിനുള്ള സകലതും ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ഞാൻ തന്നെയാകുന്ന വചനത്തിൽ അത്യഗ്രാഹ്യമായ കഴമ്പുണ്ട്. ഞാൻ തന്നെയാകുന്ന വചനത്തിന് നിങ്ങളുടെ ആത്മാവിലേക്ക് തുളച്ചു കയറാനുള്ള കഴിവുണ്ട്. നിങ്ങളുടെ സന്ധിബന്ധങ്ങളിൽ തുളച്ചു കയറാനുള്ള കഴിവുണ്ട്. നിങ്ങളുടെ മജ്ജയിൽ തുളച്ചു കയറാനുള്ള കഴിവുണ്ട്. ശലമക്കാര ലംബൂറമക്കാര. അങ്ങനെയാണ് രോഗസൗഖ്യം ഞാൻ നൽകുന്നത്. എൻ്റെ വചനം രോഗം ബാധിച്ച മേഖലകളിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിനെ പുനർജനിപ്പിക്കുന്നു. മരിച്ച് 4 ദിവസമായി ചീഞ്ഞ ലാസർ എൻ്റെ വചനം കേട്ടപ്പോൾ ഇതാ പുതിയ സൃഷ്ടിയായി പുറത്തു വരുന്നത്. എൻ്റെ വചനം പിശാചുക്കളെ ബഹിഷ്കരിക്കും. എൻ്റെ വചനം അതിശക്തമായി പ്രകാശിക്കും, ഇരുളിൽ പ്രകാശിക്കും. എൻ്റെ വചനം നിങ്ങളുടെ പാതയിൽ പ്രകാശമായിരിക്കും. എൻ്റെ വചനം വഴിയിൽ പ്രകാശിക്കും. ശലമക്കാര കീരല്ലമ്പൂറ. എൻ്റെ വചനത്താൽ ഞാൻ നിങ്ങളെ സൗഖ്യപ്പെടുത്തുന്നു. എൻ്റെ വചനത്താൽ ഞാൻ നിങ്ങളെ സൗഖ്യപ്പെടുത്തുന്നു. നിങ്ങളെ സൗഖ്യപ്പെടുത്താൻ പറ്റിയ വചനത്തെ നിങ്ങൾ മുറുക്കെ പിടിക്കുവിൻ. നിങ്ങളെ സൗഖ്യപ്പെടുത്തും. എൻ്റെ വചനം പാറയെ തകർക്കുന്ന കൂടം പോലെയും എൻ്റെ മനമേ, എൻ്റെ വചനത്തിൻ്റെ അതിശക്തമായ പ്രവർത്തനത്തെ ഞാനിതാ തുറന്നു വിടുന്നു. എൻ്റെ വചനത്തിൽ നിങ്ങൾ ശ്രദ്ധയർപ്പിക്കുവിൻ. എൻ്റെ വചനം നിങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായി മാറ്റിമറിക്കും. പരിശുദ്ധാത്മാവ് തന്നെ എൻ്റെ വചനത്തിലൂടെ നിങ്ങളുടെ അറിവിൽ വലിയ കാര്യങ്ങൾ പകരും. കമോൺ, എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഓ പരിശുദ്ധാത്മാവ്, ഇതാ രോഗശാന്തികൾ ഉണ്ടാകുന്നുണ്ട് ഈ സമയത്ത്. ഹലബല രോഗശാന്തി. ഹലോ ആമേൻ. ഇപ്പോൾ ഈ പ്രവചന സമയത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന 2-3 രോഗശാന്തികൾ ഇതാണ്. തലവേദന മാറുന്നു, നെഞ്ചുവേദന മാറുന്നു, കിഡ്നി സംബന്ധമായ രോഗമുള്ളവരെ സുഖപ്പെടുത്തുന്നു. കിഡ്നി, മറ്റൊരു സൗഖ്യം മുട്ടുവേദന മാറുന്നു. വരുവിൻ, നമുക്ക് തുടർന്ന് സുവിശേഷത്തിലേക്ക് പ്രവേശിക്കാം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു, വചനം ദൈവം തന്നെയായിരുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു,
വചനം ദൈവമായിരുന്നു. വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോട് കൂടിയായിരുന്നു. കണ്ടോ, പെട്ടെന്ന് അവിടെ ഒരു മാറ്റം വന്നുകൊണ്ടോ. അവൻ 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 ആദിയിൽ ദൈവത്തോട് കൂടിയായിരുന്നു. അവനെ കൂടാതെ സമസ്തവും അവനിലൂടെ ഉണ്ടായി. അവനും ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവനുണ്ടായിരുന്നു. ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിപ്പിക്കുന്നു. അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ ഗ്ലോറിയസ് സുവിശേഷം. പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, നമ്മൾ വളരെ കുറച്ച് പഠിച്ചാൽ മുന്നേറുന്നത്. നിങ്ങളതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കരുത്. ഇതങ്ങനെ പെട്ടെന്ന് വരുവിൻ. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്തിൻ്റെ വിശുദ്ധ അഗസ്തീനോസ് പറഞ്ഞ ഒരു പക്ഷം. അനീഷ, ഇനി മോനൊന്നും എഴുതണ്ട കേട്ടോ. ഇനി വേറെ ആരും ചാറ്റിലൊന്നും എഴുതണ്ട. മിനിയും പ്രിൻസിയും മാത്രം എഴുതിയാൽ മതി കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ആശയങ്ങളിൽ നിന്ന് ശ്രദ്ധ മാറരുത്. ഇപ്പം ഞാനിവിടെ വായിക്കാൻ പോകുന്നത് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളൊന്നും എഴുതരുത് കേട്ടോ. അനീഷ് ശ്രദ്ധിക്കണം. വേറെ ആരും ഒന്നും എഴുതരുത്. ഇപ്പോൾ ഞാൻ വായിക്കാൻ പോകുന്നത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. സാധിക്കുന്നവർ അത് നിങ്ങൾ എഴുതി വയ്ക്കുക. ഇത് പല പ്രാവശ്യം വായിച്ചു കഴിഞ്ഞതാണെങ്കിലും ഇന്നലത്തെ പ്രവചനത്തിലൂടെയാണ് ഒരു വലിയ ജ്ഞാനം നമുക്ക് ലഭിച്ചത്. അപ്പോൾ നമ്മളതൊന്നുകൂടി വായിക്കാൻ പോവുകയാണ്. ആ ജ്ഞാനമനുസരിച്ച് നമ്മളിത് തന്നെ ഒന്നുകൂടി മനസ്സിലാക്കാൻ പോവുകയാണ്. വിശുദ്ധ അഗസ്തീനോസ്: ഇപ്പോൾ ദൈവവചനം ഒരു രൂപമാണ്, രൂപപ്പെടുത്തലല്ല. ഇപ്പോൾ ദൈവവചനം ഒരു രൂപമാണ്. പെട്ടെന്ന് നമുക്കതിൻ്റെ ഇംഗ്ലീഷിലൊന്ന് കേൾക്കാം. Now the word of God is a form. It is a mold. നമ്മൾ മലയാളത്തിൽ അച്ച്. അപ്പം അതിന് ഇന്നലെ നമുക്ക് കിട്ടിയ മനോഹരമായൊരു ഉദാഹരണം അച്ചപ്പം. അപ്പോൾ അച്ചപ്പം ഉണ്ടാക്കണമെങ്കിൽ അച്ച് വേണം. എന്ന മാതിരി ദൈവം സകലതും സൃഷ്ടിച്ചത് വചനമാകുന്ന അച്ചുകൊണ്ടാണ്. പക്ഷെ അച്ചപ്പം നമ്മൾ ഒരച്ചുകൊണ്ട് കുറേ ഉണ്ടാക്കും. പക്ഷേ അച്ചപ്പം നമ്മൾ ഉണ്ടാക്കി അതേ അച്ചുകൊണ്ട് തന്നെ വേറെ ഉണ്ടാക്കാം. എന്നാൽ ദൈവവചനമാകുന്ന അച്ച് എല്ലാ രൂപങ്ങളുടെയും രൂപമാണ്. അതെല്ലാ രൂപങ്ങളുടെയും രൂപമാണ്. അതായത് ഇപ്പോൾ തോമസ് പോളിനെ രൂപപ്പെടുത്തുന്ന അച്ചുകൊണ്ടല്ല മിനിനെ രൂപപ്പെടുത്തുന്നത്. അപ്പോൾ ഓരോരുത്തരെയും അപ്പോൾ ഇവിടെ പറയാണ് എല്ലാ രൂപങ്ങളുടെയും രൂപമാണ്. ഇറ്റ് ഈസ് ദ ഫ്രെയിം ഓഫ് or it is the form of all forms. But the form of all forms. ആദ്യത്തെ ഫോം അവിടെ ക്യാപിറ്റലിലാണ്. അപ്പം
വചനം, ആദിയിൽ വചനമുണ്ടായി. എന്തെങ്കിലും ഉണ്ടാകുന്നതിന് മുൻപ് ആദ്യം ഉണ്ടാകുന്നത് ആ വചനമാണ്. അപ്പം അത് പിതാവിൻ്റെ അധരത്തിൽ നിന്നത് പുറപ്പെടണം. നമ്മളിതിനു മുമ്പ് ഏകജാതൻ തന്നെ, ഏകജാതൻ എങ്ങനെ ഉണ്ടായി? ബിഗോട്ടൻ നോട്ട് മെയ്ഡ്. അത് കുറേ ആളുകൾ നമ്മൾ എടുത്തു. ഇനി അങ്ങോട്ടത്തേക്ക് തിരിച്ചു പോകുന്നില്ല. മാറ്റമില്ലാത്ത രൂപമാണ്. പ്രവചനം എഴുതി വന്നിരിക്കണു. പ്രൈസ് ദ ലോർഡ്. താങ്ക് യു പ്രിൻസി. മാറ്റമില്ലാത്ത രൂപമാണ്. അതാണ് അത് ദൈവം ആ മോൾഡ് ഉണ്ടായി കഴിഞ്ഞാൽ അതിന് ഒരു മാറ്റമില്ല. ആകസ്മികതയിൽ നിന്നും, പരാജയത്തിൽ നിന്നും, സമയത്തിൽ നിന്നും, സ്പേസിൽ നിന്നും അകന്നു നിൽക്കുന്നതാണ്. ഇതാണ് ഇന്നലെ നമുക്ക് മനസ്സിലായത്. അതായത് അൺചേഞ്ചബിൾ, റിമൂവ്ഡ് ഫ്രം ആക്സിഡൻറ്റ്, ഫ്രം ഫെയിലിയർ, ഫ്രം ടൈം, ഫ്രം സ്പേസ്, surpassing all things and extending in all those great prophecies. അങ്ങനെ unchangeable, removed from accident, from failure, from time, from space, surpassing all things. അതായത് ഈ ഈശോ ആകുന്ന വചനം, ആ വചനമാണ് സകലത്തെയും രൂപപ്പെടുത്തിയ ഫ്രെയിം അല്ലെങ്കിൽ മോൾഡ്. എന്നാൽ മാറ്റമില്ലാത്ത രൂപമാണ്. ഇനി പറയുന്നതാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ആകസ്മികതയിൽ നിന്നും, അതായത് ബൈ ചാൻസ് ഉണ്ടായതല്ല. റീമൂവ്ഡ് ഫ്രം ആക്സിഡൻറ്റ്, ഒരു ബൈ ചാൻസ് ആക്സിഡൻ്റലായിട്ട് സംഭവിച്ചതല്ല. ആകസ്മികതയിൽ നിന്നും, ഫ്രം ഫെയിലിയർ, ഒരു പരാജയത്തിൽ നിന്നുണ്ടായതല്ല. സമയത്തിൽ നിന്നും സ്പേസിൽ നിന്നും അകന്നു നിൽക്കുന്നതാണ്. എല്ലാ വസ്തുക്കളെയും അതിൽ ശ്രദ്ധിക്കുന്നതാണ്. എല്ലാ വസ്തുക്കളെയും അതിശയിക്കുന്നതാണ്. ഹലബല ഹലബല ഹലബല, അതിശയിക്കുന്നത്. സോറി, ഞാൻ അനൗൺസ് ചെയ്ത് തെറ്റായിപ്പോയി. ശ്രദ്ധിക്കുന്നതായി. എല്ലാ വസ്തുക്കളെയും അതിശയിക്കുന്നത്. It surpasses all the material world and it speaks. എല്ലാ വസ്തുക്കളെയും അതിശയിക്കുന്നതാണ്. എല്ലാ വസ്തുക്കളിലും അടിയിലുള്ള അടിസ്ഥാനം പോലെയാണ്. അടിസ്ഥാനം പോലെയാണ്. സർവവസ്തുക്കളിലും നിലനിൽക്കുന്നതാണ്. അവയുടെ മുകളിലെ പരക്കോടിയുമായി നിലനിൽക്കുന്നു. ദാറ്റ് ഈസ് ഏറ്റവും താഴെയും ഏറ്റവും ഉയരവുമായിട്ട് അതിന് ബന്ധമുണ്ട്. അവയുടെ മുകളിലെ പരകോടിയുമായി നിലനിൽക്കുന്നു. ഇനി തുടർന്ന് വിശുദ്ധ ബേസിൽ പിതാവ് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. വിശുദ്ധ ബേസിൽ. എന്നാലും നമ്മുടെ ബാഹ്യമായ വാക്കിന് ദൈവവചനത്തോട് സദൃശ്യമുണ്ട്. എന്തെന്നാൽ നമ്മുടെ വാക്ക്
നമ്മുടെ മനസ്സിൻ്റെ മുഴുവൻ സങ്കല്പത്തെയും, കാരണം മനസ്സിൽ ധരിക്കുന്നതിലൂടെ വാക്കിലൂടെ നാം പുറത്തു കൊണ്ടുവരുന്നു. യഥാർത്ഥത്തിൽ നമ്മുടെ ഹൃദയം ഉറവിടമായാൽ എന്ന പോലെയാണത്. ഉച്ചയ്ക്കിരിക്കപ്പെടുന്നില്ല, ഉറവിടമായാൽ എന്ന പോലെയാണ്. ഉച്ചരിക്കപ്പെടുന്ന വാക്ക് അവിടെ നിന്നൊഴുകുന്ന അരുവി പോലെയാണ്. ഒരരുവി പോലെ, ഒരു പ്രവാഹം പോലെ. ഹലബല 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 ഹലബല. കർത്താവേ, ആദിയിലുണ്ടായ ആ വചനമാണ് ഇന്നും ലോകം മുഴുവനെയും മാനസാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ശലഹല ഹല 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 ഹല. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, ഇനി നമ്മൾ പ്രവചനം വായിച്ചിട്ട് നിർത്തണയാണ്. കാരണം ഇവിടുത്തെ ശുശ്രൂഷയുണ്ട്. നമ്മളിങ്ങനെ കുറേശ്ശെ ആയിട്ട് മുന്നേറാം. പ്രവചനം വായിക്കാൻ പോവുകയാണ്. എൻ്റെ വാത്സല്യഭാചനങ്ങളെ, ഈ പ്രപഞ്ചം മുഴുവനും സൃഷ്ടിച്ചത് എൻ്റെ വചനമാണ്. ആ വചനം ഞാൻ തന്നെയാണ്. ഈ പ്രപഞ്ചം മുഴുവനും സൃഷ്ടിച്ചത് എൻ്റെ വചനമാണ്. എൻ്റെ വചനം ഞാൻ തന്നെയാണ്. എൻ്റെ വചനത്തിൽ ഞാൻ ഈ പ്രപഞ്ചം മുഴുവനെയും സൃഷ്ടിക്കുന്നതിനുള്ള സകലതും ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ഞാൻ തന്നെയാകുന്ന വചനത്തിൽ അത്യഗ്രാഹ്യമായ കഴമ്പുണ്ട്. ഞാൻ തന്നെയാകുന്ന വചനത്തിന് നിങ്ങളുടെ ആത്മാവിലേക്ക് തുളച്ച് കയറാനുള്ള കഴിവ് നിങ്ങളുടെ ആത്മാവിൽ നൽകിയിട്ടുണ്ട്. ഞാൻ തന്നെയാകുന്ന വചനത്തിന് നിങ്ങളുടെ ആത്മാവിലേക്ക് തുളച്ച് കയറാനുള്ള കഴിവുണ്ട്. നിങ്ങളുടെ സന്ധിബന്ധങ്ങളിൽ തുളച്ച് കയറാനുള്ള കഴിവുണ്ട്. നിങ്ങളുടെ മജ്ജയിൽ തുളച്ച് കയറാനുള്ള കഴിവുണ്ട്. അങ്ങനെയാണ് ആ രോഗസൗഖ്യം നേടുന്നത്. എൻ്റെ വചനം രോഗം ബാധിച്ച മേഖലകളിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിനെ പുനരുദ്ധരിപ്പിക്കുന്നു. മരിച്ച് 4 ദിവസമായി ചീഞ്ഞ ലാസറിൻ്റെ വചനം കേട്ടപ്പോൾ ഇതാ പുതിയ സൃഷ്ടിയായി പുറത്തു വന്നു. എൻ്റെ വാത്സല്യഭാചനങ്ങളെ, എൻ്റെ വചനം പിശാചുക്കളെ ബഹിഷ്കരിക്കും. എൻ്റെ വചനം അതിശക്തമായി പ്രകാശിക്കും. എൻ്റെ വചനം അതിശക്തമായി പ്രകാശിക്കും, ഇരുളിൽ പ്രകാശിക്കും. എൻ്റെ വചനം നിങ്ങളുടെ പാതയിൽ പ്രകാശമായിരിക്കും. എൻ്റെ വചനം വഴിയിൽ പ്രകാശിക്കും. എൻ്റെ വചനത്താൽ ഞാൻ നിങ്ങളെ സുഖപ്പെടുത്തുന്നു. എൻ്റെ വചനത്താൽ എൻ്റെ വചനം നിങ്ങളെ സൗഖ്യപ്പെടുത്തും. എൻ്റെ വചനം പാറയെ തകർക്കുന്ന കൂടം പോലെയാണ്. എൻ്റെ ജനമേ, എൻ്റെ വചനത്തിൻ്റെ അതിശക്തിയായ പ്രവർത്തനത്തെ ഞാനിതാ തുറന്നു വിടുന്നു. എൻ്റെ വചനത്തിൽ നിങ്ങൾ ശ്രദ്ധയർപ്പിക്കുവിൻ. എൻ്റെ വചനം നിങ്ങളെ പൂർണ്ണമായും മാറ്റിമറിക്കും. പരമാർത്ഥത തന്നെ ആവശ്യമാണ് അതിനെ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, നമ്മളിവിടെ നിർത്തുകയാണ്. ഇപ്പോൾ എനിക്ക് ഭയങ്കര ക്ഷീണമായിരിക്കുകയാണ്. ഞാനിപ്പോൾ ഇനി ഈ ക്ലാസ് കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് കുളിച്ച് റെഡിയായിട്ട് വേണം നമ്മുടെ ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാൻ. ഇത് ഭാരപ്പെട്ടതാണെന്ന് നമുക്കറിയാം. പക്ഷേ നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ നാളെ പറ്റുകയാണെങ്കിൽ നമ്മളിത് ചെയ്യും. പ്രൈസ് ദ ലോർഡ്. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു മിനി, താങ്ക് യു പ്രിൻസി. ഇപ്പോൾ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. ഗോഡ് ബ്ലെസ് യു. നമ്മളിവിടെ നടക്കുന്ന ഇംഗ്ലീഷിലുള്ള ശുശ്രൂഷ അപ്ലോഡ് ചെയ്യണത് നിങ്ങൾ കേൾക്കുക, കാണുക. അതും വളരെയധികം നിങ്ങൾക്ക് പ്രചോദനം തരും. അതിൻ്റെ ലിങ്ക് ഞാൻ അയക്കുന്നുണ്ട് മലയാളത്തിലും, അതും കേൾക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്. ഗോഡ് ബ്ലെസ് യു.
അപ്പോൾ ഞാനിവിടെ നിർത്തുകയാണ്. നിങ്ങളുടെ അനുവാദത്തോടു കൂടി നിർത്തുകയാണ്.